ഒരു വിവാഹം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് എ യൂണിയൻ ദാറ്റ് ഇസ് ഡിസൈഡഡ് ഇൻ ഹെവൻ ആൻഡ് റിയലൈസ്ഡ് ഓൺ എർത്ത്. രണ്ട് കുടുംബങ്ങൾ ഒന്നാവാൻ പോവുകയാണ്. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ഇനി ജീവിക്കാൻ പോവുകയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ നാച്ചുറലി അതിൻ്റേതായ കാര്യങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ രണ്ടുപേരുടെയും കൂടെ ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. സോ വി ആർ ഓൾ ഗ്യാതേർഡ് ഹിയർ ടു ബ്ലെസ് these two souls that are coming together in union, and we're very very excited because Dr. Ravi Pillai, Middle East, he is one of the most influential people. ലോകത്ത് എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടത്താമായിരുന്നു. He could have conducted it anywhere in the world, but why കൊല്ലം? എന്തുകൊണ്ട് കൊല്ലത്തിൽ ഈ മനോഹരമായ ചടങ്ങ് നടക്കുന്നു? ബിക്കോസ് അദ്ദേഹത്തിന് കേരളമാണ് അദ്ദേഹത്തിൻ്റെ വീട്, ഈ ഭൂമിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ആൻഡ് ആ ഭൂമിയിൽ തന്നെ അദ്ദേഹം ജനിച്ചെടുത്ത് തന്നെ അദ്ദേഹം തുടക്കം വെച്ച ഈ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ നാട്ടുകാരെയും കൂട്ടുകാരെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു വലിയ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. വിച്ച് ഇസ് വൈ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഐ വാണ്ട് ടു എക്സ്റ്റെൻഡ് എ ഹാർട്ടി വെൽക്കം ടു ഓൾ അവർ ഇന്റർനാഷണൽ ഗെസ്റ്റ്സ് ഹൂവ് മെയ്ഡ് ഇറ്റ് ഹിയർ ഫ്രം അക്രോസ് ദ ഗ്ലോബ്. 42 കൺട്രീസിൽ നിന്നുമുള്ള കൂട്ടുകാരാണ് ഇവിടെ ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. സോ വെൻ ഐ ലുക്ക് അറ്റ് ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് എ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ദാൻ എ വെഡിങ് ഫംഗ്ഷൻ, because all the big wigs from all over, business tycoons, CEOs, managing directors, friends, celebrities are all gathered here to get together, and we're very very happy that all of you could make it. And in fact it's such a great opportunity for Kerala. നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ കേരളത്തിന് വളരെ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ വിവാഹ ചടങ്ങിലൂടെ ഡോക്ടർ രവി പിള്ളൈ നൽകുന്നത്. എസ്പെഷ്യലി ബിക്കോസ് നമ്മളുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനും നമ്മുടെ നാട്ടിലെ പ്രമുഖർക്കും ഇൻ്റർനാഷണലി ഉള്ള പ്രമുഖരെ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടും ഈ വിവാഹ ചടങ്ങ് മാറാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. RP Group of companies കഴിഞ്ഞ 35 വർഷമായി they have created history in various fields: construction, healthcare, education, hospitality, manpower, ONGC, you name it. Dr. Ravi Pillai has a signature in all fields. 1 ലക്ഷത്തിൽ പരം ആൾക്കാർക്കാണ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. More than 1 lakh people are working at his various firms. NSH എന്ന ഫ്ലാഗ്ഷിപ്പ് കമ്പനിയുടെ കീഴിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്കതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ മകൾക്കും മകളുടെ വരനും ഒരുമിച്ച് എത്താൻ പോകുന്ന ആ ചടങ്ങിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ് എന്ന് എനിക്കറിയാം. അടുത്തതായി വിവാഹ ചടങ്ങിൽ ഒരു മനോഹരമായൊരു സമ്മാനവുമായിട്ടാണ് നമ്മുടെ അടുത്ത കലാകാരി എത്തുന്നത്. ഒരു സെലിബ്രിറ്റിക്ക് അല്ലെങ്കിൽ ഒരു കലാകാരന്, കലാകാരിക്ക് ഏറ്റവും എങ്ങനെയാണ് ആശംസകൾ നൽകാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവരുടെ കലയിലൂടെയാണെന്ന്. ഗായത്രി ഇവിടെ പാടിയാണ് ആ ആശംസ നൽകിയതെങ്കിൽ നൃത്തകർ അത് നൃത്തമാടി നൽകാം. ആരതിയും ആദിത്യയും ഒരുമിക്കുന്ന ഈ വേദിയിൽ മലയാളികൾ എല്ലാവരും ആദരിക്കുന്ന ഒരു നർത്തകി, ഒരു അഭിനേത്രിയാണ് അടുത്തതായി പെർഫോമൻസ് കാഴ്ചവെക്കാൻ എത്തുന്നത്. കഴിഞ്ഞ 14 വർഷത്തെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നൃത്തവേദിയിലും മലയാള സിനിമാ സ്ക്രീനിലും തിരിച്ചെത്തി നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പൂർത്തീകരിച്ച ഒരു അതുല്യ കലാകാരി. സ്കൂൾ കാലങ്ങൾ മുതൽ നൃത്തവേദിയിൽ അവാർഡുകൾ വാരിക്കൂട്ടി. സിനിമയിലെത്തിയപ്പോഴോ അവിടെയും അത് തന്നെ കഥ. നാഷണൽ അവാർഡ്, സ്പെഷ്യൽ ജൂറി മെൻഷൻ, സ്റ്റേറ്റ് അവാർഡ് and a long list of other accolades and recognitions. Ladies and gentlemen, Dr. Arati Pillai and Dr. Aditya Vishnuവിൻ്റെ ഈ വിവാഹ ചടങ്ങിൽ വളരെയധികം സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുച്ചിപ്പുടി പെർഫോമൻസ് കാഴ്ചവെക്കാനായി, അവരെ ആശംസിക്കുവാനായി മലയാളികളുടെ, ഒരുപക്ഷെ മലയാളികളുടെ ഏക ഫീമെയിൽ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ മഞ്ജു വാര്യർ.
श्री गणेश शरणं 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 गजानन देवर मुनिवर पणियुं दयाकर 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 श्री गणेश शरणं 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 नागाभरणने नामरे पोற்றும் नागाभरणने नामरे पोற்றும் नामने प्रणव रूपने नागाभरणने नामरे पोற்றும் नागाभरणने नामरे पोற்றும் नागाभरणने नामरे पोற்றும் नागाभरणने नामरे पोற்றும் नमने प्रणव रूपने नमने प्रणव रूपने नागाभरणने नामरे पोற்றும் नमने प्रणव रूपने जय श्री गणेश शरणं गजानन देवर मुनिवर पणियुं दयाकर श्री गणेश शरणं गजानन देवर मुनिवर पणियुं दयाकर श्री गणेश शरणं 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 पादं नम्बुं रामदास वरदने मोदक प्रियने गौरीसुतने पादं नम्बुं रामदास वरदने मोदक प्रियने गौरीसुतने पादं नम्बुं रामदास वरदने मोदक प्रियने गौरीसुतने पादं नम्बुं रामदास
ಶ್ರೀ ಗಣೇಶ ಶರಣೋ समेत कृष्ण राधा समेत कृष्ण समेत कृष्ण राधा 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 समेत कृष्ण ನವನಿದ ಚೋರ ಬೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನಿದ ಚೋರ ಬೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನಿದ ಚೋರ ಬೃಂದಾವನ ಗೋವಿಂದ
ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ನಂದಕುಮಾರ ನವನೀತ ಚೋರ ವೃಂದಾವನ ಗೋವಿಂದ ಮುರಾರೇ ರಾಧಾ ಸಮೇತ ಕೃಷ್ಣ ರಾಧಾ ಸಮೇತ ಕೃಷ್ಣ ಗೋಪಿ ಮನೋಹರ ಗೋಕುಲ ಪಾಲ ಶೋಭಿತ ಮುರಳಿ ಗಾನ ವಿಲಾಸ ಗೋಪಿ ಮನೋಹರ ಗೋಕುಲ ಪಾಲ ಶೋಭಿತ ಮುರಳಿ ಗಾನ ವಿಲಾಸ ಸುಂದರ ಬಲ್ಬದ ಕೋಡಿ ಪ್ರಕಾಶ ಗೋಪಿ ಮನೋಹರ ಗೋಕುಲ ಪಾಲ ಶೋಭಿತ ಮುರಳಿ ಗಾನ ವಿಲಾಸ ಗೋಪಿ ಮನೋಹರ ಗೋಕುಲ ಪಾಲ ಶೋಭಿತ ಮುರಳಿ ಗಾನ ವಿಲಾಸ ಸುಂದರ ಬಲ್ಬದ ಕೋಡಿ ಪ್ರಕಾಶ ಗೋಪಿ ಮನೋಹರ ಗೋಕುಲ ಪಾಲ ಶೋಭಿತ ಮುರಳಿ ಗಾನ ವಿಲಾಸ ಸುಂದರ ಮನ್ಮಥ ಕೋಡಿ ಪ್ರಕಾಶ ಗೋಪಿ ಮನೋಹರ ಗೋಕುಲ ಪಾಲ ಶೋಭಿತ ಮುರಳಿ ಗಾನ ವಿಲಾಸ ಸುಂದರ ಮನ್ಮಥ ಕೋಡಿ ಪ್ರಕಾಶ ಗೋಪಿ ಮನೋಹರ ಗೋಕುಲ ಪಾಲ ಶೋಭಿತ ಮುರಳಿ ಗಾನ ವಿಲಾಸ ಸುಂದರ ಮನ್ಮಥ ಕೋಡಿ ಪ್ರಕಾಶ ರಾಧ ಸಮೇತ
തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് അറ്റ് വൺ പോയിന്റ് നമ്മളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, എന്ത് ആർഭാടമായ ഒരു വിവാഹം. എല്ലാ പെൺകുട്ടിയുടെയും ഒരു സ്വപ്നം തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിവാഹം. എല്ലാ പിതാവിൻ്റെയും ഒരു കടമയാണ് മോളുടെ സ്വപ്നത്തിനനുസരിച്ചൊരു വിവാഹം നൽകുക എന്നത്. പക്ഷേ ആ ഒരു അച്ഛൻ്റെ പിതാവിൻ്റെ കടമ ചെയ്യുമ്പോഴും കൂട്ടുകാരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത്രയും വലിയ രീതിയിൽ ഗ്രാൻഡായിട്ട് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വിവാഹവേദി ഒരുക്കി പത്മശ്രീ ഡോക്ടർ രവി പിള്ളൈ അവരുടെ കുടുംബത്തിൻ്റെയും മകളുടെയും എല്ലാവരുടെയും ആഗ്രഹം സാക്ഷാത്കരിച്ചു. പക്ഷേ along with probably conducting one of the most biggest weddings I've ever seen, you've ever seen, he has not forgotten his roots, his dharma. നിരവധി കോടികൾ ഈ ഒരു വിവാഹ ചടങ്ങിന് വേണ്ടി, വേദിക്ക് വേണ്ടി ഒരു സൈഡിലൂടെ അദ്ദേഹം മുടക്കുമ്പോൾ മറ്റൊരു സൈഡിലൂടെ നിർധനർക്ക് 15 കോടിയോളമാണ് കഴിഞ്ഞ 6 ദിവസമായി ഡോക്ടർ രവി പിള്ളൈ ചെലവഴിച്ചിട്ടുള്ളത്. നിരവധി വിവാഹങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി കൊടുത്തിരിക്കുന്നു. നിരവധി നിർധനർക്ക് വീട് പണിത് കൊടുത്തിരിക്കുന്നു. സുനാമി ഫണ്ടിലേക്കും കച്ച് ഡിസാസ്റ്ററിൻ്റെ സമയത്തും ലോകത്തെപ്പോൾ എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും നമ്മളാരും അറിയാതെ തന്നെ RP ഫൗണ്ടേഷനിൽ നിന്നും RP ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും ഡോക്ടർ രവി പിള്ളയുടെ കാലത്ത് നിന്നും പേഴ്സണലി ഒരു ചെക്ക് അതിന് പോകാറുണ്ട് എന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിവാഹ ചടങ്ങിനോട് സംബന്ധിച്ച് ക്യാൻസർ പേഷ്യൻസിനാണ് ഏറ്റവും അധികം ധനസഹായം ഡോക്ടർ രവി പിള്ളൈ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ 6 ദിവസങ്ങളായി ആ ഒരു തുക കുറേ ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വിവാഹ ചടങ്ങിന് കൂടുതലൊരു അർത്ഥം കൊണ്ടുവന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഐ തിങ്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് ദാറ്റ് ഹീ ഈസ് ഡൂയിങ്. All the art forms that you see belong to us, and we are all proud of everything that Dr. Ravi Pillai has chosen to showcase here as well. അത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്ത മനോഹരമായ പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഡോക്ടർ ആരതി ആൻഡ് ഡോക്ടർ ആദിത്യയും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ എത്തും. ആ വിവാഹ ചടങ്ങിന് വേണ്ടി ആണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്, അവരെ അനുഗ്രഹിക്കാനായി. പക്ഷേ അടുത്തതായി മലയാളികൾക്ക്, ഇന്ത്യക്ക് തന്നെ വളരെ പ്രിയങ്കരിയായ ഒരു കലാകാരിയാണ് എത്തിയിരിക്കുന്നത്, അവരുടെ അനുഗ്രഹം ചൊരിയാനായി നൃത്തരൂപത്തിലൂടെ. 200-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ. വളരെ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ഒരു യാത്രയാണ്. സിനിമയെ സ്നേഹിക്കുന്ന പോലെ, അഭിനയത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ നൃത്തത്തെ സ്നേഹിക്കുന്ന ഒരു കലാകാരി. മികച്ച അഭിനയത്തിന് വേണ്ടി ഇന്ത്യ 2 നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് നൽകി ഈ നടിയെ ആദരിച്ചു. ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടി ലോകമെമ്പാടും സഞ്ചരിച്ച് ഡാൻസ് റിസൈറ്റൽസ് നടത്തി, ഡാൻസ് കോൺസേർട്സ് നടത്തി. ഭരതനാട്യം എന്ന കലാരൂപത്തെ കൂടുതൽ പോപ്പുലർ ആക്കാൻ വലിയൊരു പങ്ക് ഈ കലാകാരിക്കുണ്ട്. ചിത്ര വിശ്വേശ്വരൻ, ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം എന്നിവരുടെ കീഴിൽ നൃത്യം അഭ്യസിച്ചതിന് ശേഷം ഇപ്പോൾ സ്വന്തമായി ചെന്നൈയിൽ ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നു, കലാർപ്പണ. 2006-ൽ ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻസിന് വേണ്ടി നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ഈ കലാകാരി ആദരിച്ചു. Ladies and gentlemen, it's with a lot of pride I would like to welcome to this wonderful function none other than Padma Shri Shobana. Nataraja Stotramaittana Shobana ചേച്ചി എത്തിയിരിക്കുന്നത്. I hope all of you enjoy this wonderful recital.
परचिदम्बरनटं हृदि भज परचिदम्बरनटं हृदि भज Thank you for having us. I'd like to congratulate Aditya and Aarti for a long and peaceful life. I just performed a stotram on Shiva. Now with my student, we will finish with the Tillana. नाद्र दीम दीम तनदीरना नाद्र दीम दीम तनदीरना नाद्र दीम दीम तन